ശരി, ശ്രീ ജോർജ് പൊടിപാറ, കരുവന്നൂർ കേസ്, ഇപ്പോൾ ഇതാ ബത്തേരി കോഴക്കേസ്, രണ്ടും സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടാണ്. രണ്ടിലെയും തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ, അല്ലെങ്കിൽ അതിൽ സംഭവിച്ചിരിക്കുന്ന മരണവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഒന്നും താരതമ്യമില്ല. രണ്ടും രണ്ട് കേസുകളാണ്. പക്ഷേ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണല്ലോ. പക്ഷേ കരുവന്നൂർ വിഷയം കേരളം എത്ര ദിവസം ചർച്ച ചെയ്തു, ചാനലുകൾ എത്ര ദിവസം ചർച്ച ചെയ്തു. ചർച്ച ചെയ്യുമ്പോഴൊക്കെ CPM അതിനെ പ്രതികരിക്കാൻ രംഗത്തുണ്ടായിരുന്നു. ഇവിടെ എവിടെ കോൺഗ്രസ് നേതാക്കൾ? സ്മൃതി ചോദിക്കുന്ന ഒരു ന്യായമായ ചോദ്യമാണ്. ഈ പറഞ്ഞ പോലെ ഇതിൽ ഉൾപ്പെട്ട തുകയുടെ കാര്യമൊക്കെ നോക്കുമ്പോൾ കരുവന്നൂരുമായിട്ടൊരു താരതമ്യം പോലും ബത്തേരി ബാങ്കിന്റെ കാര്യത്തിലില്ല. പക്ഷെ ബത്തേരി ബാങ്കിലെ ഈ കോഴക്കേസിന് കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നത് അതിൽ ഉൾപ്പെട്ട ഒരു പ്രമുഖ, അതിൽ പങ്കാളിയായ, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ്, DCCയുടെ ട്രഷറർ, അദ്ദേഹത്തിന്റെ എന്താ പറയാ ബുദ്ധിമാന്യമുള്ള, അല്ലെങ്കിൽ ആ മകനെയും കൊണ്ട്, ഡിഫറൻഷ്യലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആ മകനെയും കൊണ്ട് ഈ എന്താ പറയാ ആത്മഹത്യ ചെയ്തു. അവിടെയാണ് ഈ വിഷയത്തിന്റെ ഒരു മാനം വലുതാകുന്നത്. നേരെ മറിച്ച് തുകയുടെ വ്യാപ്തിയും അതിൽ വഞ്ചിതരായ മനുഷ്യരുടെ എണ്ണവും ജീവിതം നഷ്ടപ്പെട്ടവരുടെ കാര്യമൊക്കെ എടുത്തു നോക്കിയാൽ ഇത് വിരലിൽ എണ്ണാവുന്ന ആളുകളാണ് വയനാട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഈ കരുവന്നൂരിന്റെ കാര്യത്തിൽ അത് നൂറുകണക്കിന് വരും. ഇപ്പോഴും ജീവിതം തിരിച്ചു കിട്ടാത്ത, ഒരു ആയുസിന്റെ സമ്പാദ്യം മുഴുവൻ ആ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അത് തിരിച്ചു കിട്ടാതെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അലയുന്ന എത്രയോ മനുഷ്യരുണ്ട് കരുവന്നൂരിൽ. ശരി, ശ്രീ ജോർജ് പൊടിപാറ, എണ്ണത്തിന്റെ കാര്യത്തിൽ താരതമ്യമില്ല, താങ്കൾ പറഞ്ഞ ശരിയാണ്. പക്ഷെ ഇതിൽ വഞ്ചനയുടെ ആഴം വലുതാണ്. കാരണം പാർട്ടി അത്രത്തോളം വിശ്വസിച്ച നേതാവാണ്. പാർട്ടിയിൽ വിശ്വസിച്ച്, പാർട്ടിയിൽ പ്രവർത്തിച്ച 50 വർഷത്തോളം പാർട്ടിയുടെ ഭാഗമായി നിന്ന നേതാവ് ആ ആത്മഹത്യാക്കുറിപ്പ് എഴുതുമ്പോഴും 10 ദിവസം കാക്കണം നേതാക്കൾക്കെതിരെ പരാതി കൊടുക്കാൻ, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഈ കത്ത് കൊടുക്കാൻ 10 ദിവസമെങ്കിലും കാക്കണം എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ മേലൊരു കറ വീഴരുത് എന്ന കരുതലുള്ളത് കൊണ്ടാണ്. തിരിച്ചെന്താണ് പാർട്ടി കൊടുത്തത്? തീർച്ചയായിട്ടും സ്മൃതി, അതൊരു വലിയ പോയിന്റ് തന്നെയാണ്. അതാണല്ലോ ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാരാണ് ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ ജീവനൊടുക്കിയത്? നേരത്തെ അരുൺ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇതിനകത്ത് ഒരു ആത്മഹത്യയും ഒരു കൊലപാതകമാണ്. ആ കൊലപാതകം എന്ന് പറയുന്നത് ഒരു അച്ഛന്റെ ധർമ്മസങ്കടം കൊണ്ട്, ഞാൻ ജീവനൊടുക്കുമ്പോൾ എൻ്റെ മകൻ അലയരുത്, ആരോരുമില്ലാതെ അനാഥനാകരുത്, ഒരു ജീവിതം നഷ്ടപ്പെട്ട് അവനൊരു തുണയില്ലാതെ അവൻ ഇങ്ങനെ എന്താ പറയാ ഒരു അനാഥനാകരുത് എന്നുള്ളൊരു അച്ഛന്റെ സ്നേഹം കൂടുതൽ കൊണ്ടാണ് ആ മകനെ കൂടി ജീവിതത്തിൽ നിന്ന് അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയത്. ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇന്നലെ പുറത്തു വന്ന കത്ത് നിയമനത്തിന് നൽകിയിരിക്കുന്ന ശുപാർശ എന്നല്ല, നിർദ്ദേശം, IC ബാലകൃഷ്ണൻ നിർദ്ദേശമായി ഇന്ന പാർട്ടി പ്രവർത്തകൻ, ഞാൻ ആ പേരൊന്നും പറയുന്നില്ല, ഇന്ന പാർട്ടി പ്രവർത്തകന്റെ ഇന്ന മകൾക്ക് സ്വീപ്പർ തസ്തികയിലേക്ക് നിയമനം കൊടുക്കണമെന്ന് പറഞ്ഞ് 24 ലക്ഷമാണ് വാങ്ങിയെന്ന് അറിയുന്നു. അപ്പോൾ ആ കത്ത്, ആ നിർദ്ദേശം നൽകിയുള്ള കത്ത് കൊടുക്കുമ്പോൾ ആ പറഞ്ഞ പാർട്ടി പ്രവർത്തകന്റെ മകൾക്ക് അവിടെ ജോലി കിട്ടുമ്പോൾ പകരം ജോലി നഷ്ടപ്പെടുന്നത് NM വിജയന്റെ മകനാണ്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സ്മൃതി, ഇതിനകത്ത് നടന്നിരിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഞാൻ ഇതിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നില്ല. കാരണം ആ രാഷ്ട്രീയം 3 പേരും പറയുന്നുണ്ട്. 3 പേരും പറയുമ്പോൾ 3 പേരുടെയും നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടുന്ന കുറേയധികം കാര്യങ്ങൾ മറുവശത്തുണ്ട്. ഇത്തരം തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് കേരളത്തിലെ സഹകരണ മേഖലയിൽ ആദ്യമായിട്ടല്ല. കോഴ വാങ്ങിച്ച് സഹകരണ ബാങ്കുകളിൽ നിയമനം നടത്തുന്ന ആദ്യമായിട്ടല്ല. കോൺഗ്രസ് ഒരുപക്ഷെ കോഴ വാങ്ങി നിയമനം നടത്തുന്നു. CPM-കാര് അവരുടെ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം നിയമനം നടത്തുന്നു. പക്ഷേ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ പാർട്ടി പ്രവർത്തകരുടെ മക്കൾക്കാണെങ്കിലും ഒരു ജോലി കൊടുക്കുന്ന തെറ്റൊന്നുമല്ല. പക്ഷേ കോഴ വാങ്ങുന്നില്ല. ആ വ്യത്യാസമുണ്ട് ശ്രീ പൊടിപാറ. അത്രേ ഉള്ളൂ വ്യത്യാസം. അത് വലിയ വ്യത്യാസമാണ്. അതൊരു വ്യത്യാസം തന്നെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ എങ്കിലും അർഹതയുള്ള മനുഷ്യർക്ക് അവിടെ അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ളതൊരു സത്യമാണ്. ഞാൻ ഇത്രത്തോളം ഗൗരവം അതിനുണ്ടെന്ന് പറയുന്നുമില്ല. മാത്രമല്ല, ഇവിടെ സംഭവിച്ചത് എന്താ? ആ മനുഷ്യൻ എത്ര നാൾ ഇവരുടെ കാല് പിടിച്ചിട്ടുണ്ടാവും ശ്രീ NM വിജയൻ. ആ മനുഷ്യന് ഈ പ്രശ്നം തീർത്തു കൊടുക്കണമെന്ന് എത്രമാത്രം ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അതൊന്നും പരിഗണിക്കപ്പെടാതെ, ഒരു നിവൃത്തിയില്ലാതെ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവിതത്തോട് യാത്ര പറയുകയാണ്. ഈ സമയത്തൊന്നും ഇല്ലാത്ത, ഇത് അല്പം കൂടി നേരത്തെ വിഭാഗം തോന്നി ഈ പറഞ്ഞ KPCC പ്രസിഡന്റിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണല്ലോ. അത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ്. ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവും അതിനകത്ത് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ആ കത്ത് വായിക്കുമ്പോൾ ചില ക്ലാരിറ്റി കുറവുണ്ട്. ആരില്ല എന്ന് പറഞ്ഞാലും അതിനകത്ത് ചില അവ്യക്തതയുണ്ട്. അത് എന്താണെന്ന് ചോദിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. കാരണം പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷെ അതിനകത്ത് ആ ഭീഷണിയുടെ സ്വരം വന്നു, അല്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള പ്രയോഗം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ ഘട്ടത്തിൽ അത് പറയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. സംഭവിച്ചവർ വൈകാരികമായി തന്നെയാണ് പ്രതികരിക്കുക. ആ വൈകാരികതയിൽ ഒരു പക്ഷേ ഭീഷണിയുടെ സ്വരം തോന്നിയിരിക്കാം. അതിനെ ആ രൂപത്തിലാണ് കാണേണ്ടത്.
ആരാണ് മരിച്ചതെന്ന് നേതാക്കൾ അറിയാതെ പോയോ? സ്മൃതി, ഇതിനകത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ ശരിയായ രീതിയിലേക്ക് പോയി. അതായത് പാർട്ടി ഒരു സമിതിയെ നിയോഗിക്കുന്നതിന് എന്ത് തെറ്റ് പറയാൻ പറ്റില്ല. CPM എത്രയോ സമിതികളെ എത്രയോ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അതെ, ഞാൻ പറയുന്നത് സ്മൃതി ഒന്ന് പറഞ്ഞോട്ടെ, ഞാനൊരു ഒരു പോയിന്റിലേക്കാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇതൊന്നും അസാധാരണമായ കാര്യമല്ല. പാർട്ടി ഉൾപ്പെട്ട പാർട്ടി നേതാക്കൾ ഉൾപ്പെട്ട DCC പ്രസിഡന്റും ബത്തേരി MLAയും അടക്കം ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ പാർട്ടിയുടെ സമിതി അത് അന്വേഷിക്കുന്നതും അതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ സമാന്തരമായിട്ട് പോലീസ് അന്വേഷിച്ചോട്ടെ. ഇപ്പൊ 3 അന്വേഷണമല്ലേ ഉള്ളത്. പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്, ഇപ്പൊ ഇതാ EDയുടെ അന്വേഷണം വരുന്നു. അപ്പൊ 3 അന്വേഷണങ്ങൾ നടക്കുന്നു. പാർട്ടിയും അന്വേഷിക്കട്ടെ. പാർട്ടി അന്വേഷിക്കുന്നത് കൊണ്ട് അവർക്ക് ഈ പാർട്ടി നേതാക്കൾ ഉൾപ്പെട്ട ആളുകളിൽ നിന്ന് മൊഴിയെടുക്കാനൊക്കെ അല്ലേ പറ്റുള്ളൂ. പോലീസിന്റെ അന്വേഷണം പോലെ അല്ലെങ്കിൽ EDയുടെ അന്വേഷണം പോലെ വിജിലൻസിന്റെ അന്വേഷണം പോലെ പോകാൻ പറ്റില്ല. അത് വിജിലൻസ് അന്വേഷിക്കട്ടെ. ഈ ED നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, വിജിലൻസിനെ നിയന്ത്രിക്കുന്നതും പോലീസിനെ നിയന്ത്രിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വിചാരിച്ചാൽ ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനോ അതിൽ നിന്ന് പ്രതികളെ രക്ഷിക്കാനോ പറ്റില്ല. അപ്പൊ അത് മുന്നോട്ട് പോകട്ടെ. അരുൺ പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് അതിനകത്തൊരു തമാശ തോന്നി. ED ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത് 2 ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, 2 കാര്യം വിചാരിച്ചുകൊണ്ടാണ് ED വരുന്നതെന്ന് പറഞ്ഞു. ഒന്നുകിൽ ആ കേസ് അട്ടിമറിക്കാൻ, അല്ലെങ്കിൽ ആരെയെങ്കിലും രക്ഷിക്കാൻ. അപ്പൊ കരുവന്നൂരിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ കേസ് അട്ടിമറിക്കാനാണോ അല്ലെങ്കിൽ ആരെയെങ്കിലും രക്ഷിക്കാനാണോ ED വന്നത്? നമ്മളവിടെ എന്താ കണ്ടത്? ഒന്നുകിൽ അപ്പൊ പറഞ്ഞത് ശരിയാണ്, കരുവന്നൂരിൽ അവസാനം EDയുടെ അന്വേഷണം എങ്ങും എത്താതെ പോവാണ്, അതിങ്ങനെ അറിയാൻ പഴഞ്ഞു നീട്ടി പോവാണ്. രക്ഷിക്കാനാണോ ശ്രമിച്ചത് അതോ അട്ടിമറിക്കാനാണോ? ശരി, അതൊരു ചോദ്യമായി ഞാൻ അരുണിലേക്ക് കൈമാറുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.